ഹലോ ഗൈസ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നാണ് ഇവിടെ വന്നിട്ട് ഒരു 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 ഇച്ചിരി വെയിലും വെട്ടമൊക്കെ കാണുന്നത് കണ്ടോ. അയ്യ, ഞാനങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റു, ബ്രഷൊക്കെ ചെയ്തു, ഫേസ് വാഷ് അത്രയൊക്കെ ആയിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ ഇച്ചിരി വെട്ടം വെളിച്ചമൊക്കെ കണ്ടപ്പോഴത്തേന് സന്തോഷം കാരണം ഓടിക്കയറി വന്നതാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ കൃഷി മരുന്നടിക്കുകയോ കൃഷിപ്പണികളോ കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, അവരുടെ കൃഷിക്ക് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ആക്ച്വലി ഒരു ടെൻഷൻ ഉണ്ടായി. കാരണം നമ്മളും ഈ സാധനമാണല്ലോ വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കിപ്പോൾ അവരോട് പറയാനും പറ്റില്ല. കാരണം അവർ നമ്മളോട് പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോഴത്തേനും അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പ്രാണികളൊക്കെ വന്ന് ഇത് നശിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് എന്താ ലാഭം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമൊക്കെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ. നമുക്കത് വിടാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പ്രകൃതി രമണി ആസ്വദിക്കാം. ഞങ്ങളുടെ ടെറസ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ടെറസ് വ്യൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഇതൊക്കെയാണ് കാണുന്നത്. മഞ്ഞും മലയും കണ്ടോ, അതൊക്കെ വലിയ വലിയ മലകളാണ്. അതിൻ്റെ ഒരു പോർഷനൊക്കെ മഞ്ഞ് കവർ ചെയ്തേക്കാണ് കേട്ടോ. ഇതാണ്ട് അവിടവും അതേപോലെയാണ്, മഞ്ഞ് കവർ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന വീടിൻ്റെ നേരെ വാതിൽക്ക് ഒരു അവക്കാഡോ മരമൊക്കെ ഉണ്ട്. അതാണ് ഇത്. നമ്മളിതാ ശ്രമദാൻ നടത്താൻ പോവുകയാണ് ഗൈസ്. ശ്രമദാൻ ഇതൊക്കെയാണ് നമ്മുടെ ടീം. ഇവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, എല്ലാവരും ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഇത് ഞങ്ങളുടെ HOD ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വലിച്ചെറിഞ്ഞിട്ടാണേലും കൂട്ടിയിട്ടിട്ടാണേലും കുപ്പികളും പ്ലാസ്റ്റിക്കും ഒക്കെ അവിടുത്തെ വഴിയോരങ്ങളിലും ഒക്കെ കൃഷി സ്ഥലങ്ങളിലും ഒക്കെയാണ് കാണുന്നത്. നമ്മളിതെല്ലാം പറക്കി കൊണ്ട് കൊടുക്കലാണ് നമ്മുടെ ജോലി. ഇത് കണ്ടോ, ഇത് നമ്മളുടെ സ്റ്റേയുടെ അടുത്തുള്ളൊരു ഏരിയ ആണ്. ഇത് ഈ പഞ്ചായത്തിൻ്റെ, വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബോർഡാണ്. പക്ഷേ ഇത് വന്നിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗവൺമെൻറ്, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് തന്നെ ഇങ്ങനൊരു ബോർഡ് വെക്കുകയും പക്ഷേ അവർ തന്നെ അതേ സെയിം കാര്യം ഇവിടെ ചെയ്യുകയും ചെയ്യുകയാണ്. ഇവിടെ മാലിന്യം ഇടരുതെന്ന് അവർ ബോർഡ് വെച്ചു, പൊതുജനങ്ങൾ ഇടരുത്, എന്നാൽ ഞങ്ങൾക്ക് ഇടാം എന്നുള്ളൊരു രീതിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നേരെ താഴെ ഒരു തോടുണ്ട്. ഈ ജനങ്ങൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണ് ഇത്. ഇവർ ആക്ച്വലി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഈ ബോർഡിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് സത്യത്തിൽ മനസ്സിലാവത്തില്ലാത്തൊരു അവസ്ഥയിലാണ്. നാറ്റം വമിച്ച് ഈച്ച, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത പോലെ ഈച്ചയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഈച്ചയാണ് ഈ ഏരിയയിൽ ഇത്ര വൃത്തികേടാക്കി ഇവിടുത്തെ ഒരു പ്രകൃതിയെ ഇങ്ങനെ മാറ്റുന്നതിനോട് നമ്മൾക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ദൈവം ഇത്രയും കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ഒരു പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മൾക്ക് ഓരോ ഫ്രെയിം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അത്ര നല്ല ഫ്രെയിംസാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അത്ര ആസ്വദിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ വിനോദസഞ്ചാരികൾ വരുന്നവരാണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ റോഡരികിലും നമ്മൾ നോക്കുമ്പോഴത്തേന് ചിലർക്ക് ഒരാളൊരു ബിയർ ബോട്ടിൽ ഇട്ടിരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ റിപ്പീറ്റഡ്ലി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ്, നിങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റിനൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ദൈവം തന്ന വരദാനമാണ്. സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. മാലിന്യം പോലെ തന്നെ അടുത്ത പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ജീവിതമാർഗമാണ്. എന്നാൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ മരം. ഇത് യൂക്കാലിപ്റ്റസ് മരമാണ്, ഗ്രാൻഡിസ് എന്ന് പറയും അവിടെ. എന്താ പ്രശ്നം വെച്ചാൽ, ഇത് നിൽക്കുന്നിടത്ത് വെള്ളം കിട്ടില്ല. കണ്ടില്ലേ, ഇതിൻ്റെ വേരുകൾ ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ. മണ്ണിലുള്ള ജലാംശം മൊത്തം
ഇതിൻ്റെ വേരുകൾ വലിച്ചെടുത്തിട്ട് ആ പ്രദേശം മൊത്തം ഒരു എന്താ പറയുക, ഒരു ജലാംശമില്ലാത്ത രീതിയിലാക്കി എടുക്കും. അതിനെന്താ പറയുക എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഈ മരം ഉപകാരമാണെന്നും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ, അതായത് കിണർ കുത്തിയാൽ വെള്ളം കിട്ടില്ല, നേരത്തെ അവിടെ നെല്ലൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കളക്ട് ചെയ്ത ചപ്പും കുപ്പിയൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവിടുത്തെ ഗവൺമെൻറ് തന്നെ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അതിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ ശ്രന്ധാൻ ഇവിടെ തീരുകയാണ്. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിൽ ചെന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം ഇന്നത്തെ നമ്മുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം സ്കൂളിലേക്ക് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ അടുത്ത അങ്ങനെ പറഞ്ഞു തരാം. ആ സാധനം കാണിച്ചേ, ഇതാണ് കൊങ്ങിണിപ്പൂവിൻ്റെ കായ്. ഇത് കഴിക്കുന്നതാണെന്നാണ് സാറ് പറയുന്നത്. ഞാൻ കഴിച്ചില്ല, എനിക്കത്ര റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് സാറ് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോണത് ഫുഡ് കഴിക്കാനാണ്. ഇന്ന് ലഞ്ച് നോൺ വെജ് ഒക്കെ ഉള്ളൊരു ലഞ്ചാണ്. ഇന്ന് നമുക്ക് മെനു പറയുന്ന ചോറ്, ചിക്കൻ കറി, മോര്, അച്ചാറ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി സ്കൂളിലേക്ക് പോവാണ്. ഇന്നത്തെ ഔട്ട്റീച്ച് പ്രോഗ്രാം അവിടെയാട്ടോ. നമുക്ക് പോയിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മൾ ഔട്ട്റീച്ച് പ്രോഗ്രാം ചെയ്യാൻ വന്നിരിക്കുന്ന സ്കൂള്. ഇവിടെയാണ് അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ 2 സിലബസ് ഉണ്ട്, മലയാളം തമിഴും ഉണ്ട്. സോ വീണ്ടും നമ്മൾ ഈ ഹുഡിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതാ ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.